നമസ്കാരം. തനിനിറം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. LDF സർക്കാരിന്റെ വിവാദ പദ്ധതിയായ തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി പൂർണ്ണമായി റദ്ദാക്കിയതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. പുതിയ UDF സർക്കാരിന്റെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഈ പ്രധാന പ്രഖ്യാപനം നടത്തിയത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറപ്പെടുവിച്ച എല്ലാ വിജ്ഞാപനങ്ങളും ഭൂമി ഏറ്റെടുക്കാനുള്ള തീരുമാനങ്ങളും സർക്കാർ റദ്ദാക്കി. പദ്ധതിക്കെതിരെ സമരം ചെയ്ത ജനങ്ങൾക്കെതിരെയുള്ള പോലീസ് കേസുകൾ പിൻവലിക്കാനുള്ള ശുപാർശ അടിയന്തരമായി സമർപ്പിക്കുമെന്നും ജനവാസ മേഖലകളിൽ സ്ഥാപിച്ച മഞ്ഞക്കുറ്റികൾ നീക്കം ചെയ്യാൻ റവന്യൂ വകുപ്പിന് കർശന നിർദ്ദേശം നൽകിയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സാമ്പത്തികമായും പാരിസ്ഥിതികപരമായും ഒട്ടും പ്രായോഗികമല്ലാത്തതുകൊണ്ടാണ് സിൽവർ ലൈൻ പദ്ധതി വേണ്ടെന്ന് വെക്കാൻ സർക്കാർ തീരുമാനിച്ചത്. UDF നിയോഗിച്ച പ്രത്യേക സബ് കമ്മിറ്റി വിഷയം വിശദമായി പഠിച്ച് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഔദ്യോഗിക നടപടി. സിൽവർ ലൈൻ റദ്ദാക്കിയെങ്കിലും സംസ്ഥാനത്തിന്റെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി റെയിൽവേയുമായി സഹകരിച്ച പ്രായോഗികമായ സ്പീഡ് കോറിഡോർ, അതിവേഗ റെയിൽ ഇടനാഴി എന്നിവ സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടിട്ടുള്ള വിഷൻ 2031 പദ്ധതി UDF സർക്കാർ നടപ്പിലാക്കും. ഇതിന്റെ ആദ്യപടിയായി 100 ദിവസത്തെ കർമ്മ പദ്ധതിയും പ്രഖ്യാപിക്കും. ഇതിൽ അടിയന്തരമായി ചെയ്യേണ്ട വികസന കാര്യങ്ങളുടെ കൃത്യമായ ലിസ്റ്റ് തയ്യാറാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ സംസ്ഥാനത്തു നിന്നുള്ള പത്മ പുരസ്കാര ശുപാർശകൾ സമർപ്പിക്കുന്നതിനായി രാഷ്ട്രീയ അതിപ്രസരമില്ലാത്ത ഒരു പ്രത്യേക വിദഗ്ധ സമിതിയെ നിയമിക്കാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായതായി മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒരു പ്രധാനപ്പെട്ട തീരുമാനം, തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനമെടുത്തു. പ്രസ്തുത പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. ഡീനോട്ടിഫിക്കേഷൻ. കാരണം ഈ പദ്ധതി നടക്കുന്നുമില്ല, പദ്ധതി ഉപേക്ഷിക്കുകയും ചെയ്തു. നിരവധി വർഷങ്ങളായി ഈ ഭൂമി വിൽക്കാനോ വാങ്ങാനോ ഇതൊന്ന് പണയപ്പെടുത്താനോ മകളുടെ വിവാഹത്തിന് ഒരു ലോൺ എടുക്കാൻ പോലും പറ്റാതെ ഈ സാധാരണക്കാരായ ആളുകൾ മുഴുവൻ വിഷമിക്കുകയാണ്. അതുകൊണ്ടാണ് ഏതായാലും പദ്ധതി ഉപേക്ഷിച്ചതുകൊണ്ട് ആ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റും അംഗീകാരം തന്നില്ല. ഞങ്ങളതിനെ എതിർത്ത്, സിൽവർ ലൈൻ എതിർത്ത് ഞങ്ങൾ സമരം ചെയ്തതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉത്തരവ് റദ്ദാക്കാനും ഈ ഭൂമി ഏറ്റെടുക്കൽ നോട്ടിഫിക്കേഷൻ ഡീനോട്ടിഫൈ ചെയ്യാനുമുള്ള സുപ്രധാനമായ തീരുമാനമെടുത്തിട്ടുണ്ട്. തന്റെ പേര് മന്ത്രിസ്ഥാനത്തിലേക്ക് വലിച്ചിഴച്ച് അപമാനിക്കരുതെന്ന് അഭ്യർത്ഥിച്ച് ചാണ്ടി ഉമ്മൻ. കഴിഞ്ഞ 4 ദിവസമായി താൻ അനുഭവിക്കുന്ന മാനസിക വിഷമം വളരെ വലുതാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തന്റെ പേര് മന്ത്രിസ്ഥാനത്തിലേക്ക് വലിച്ചിഴച്ച് അപമാനിക്കരുതെന്ന് അഭ്യർത്ഥിച്ച ചാണ്ടി ഉമ്മൻ കഴിഞ്ഞ 4 ദിവസമായി താൻ അനുഭവിക്കുന്ന മാനസിക വിഷമം വളരെ വലുതാണെന്നും മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തിരുവനന്തപുരത്തേക്കുള്ള യാത്രയ്ക്ക് മുന്നോടിയായി പുതുപ്പള്ളിയിൽ എത്തിയപ്പോഴായിരുന്നു ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. മന്ത്രിസ്ഥാനത്തേക്ക് പേര് വലിച്ചിഴച്ച് അപമാനിച്ചത് മാധ്യമങ്ങളാണ്. 26 വർഷമായി കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണെന്നും യാതൊരുവിധ സ്ഥാനമാനങ്ങളും വഹിക്കാതെയാണ് പാർട്ടിയെ സേവിച്ചതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പാർട്ടിക്കെതിരായി പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ജീവിതത്തിൽ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. സ്വന്തം പിതാവിനെ കൊല്ലാൻ ശ്രമിച്ച മകനാണെന്ന തരത്തിലുള്ള ക്രൂരമായ ആക്ഷേപങ്ങൾ വരെ തനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ടെന്നും ഇനിയും അത്തരം കേൾവികൾക്ക് ഇടവരുത്തരുതെന്നും ചാണ്ടി ഉമ്മൻ കൂട്ടിച്ചേർത്തു. 26 വർഷം ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച, 23 വർഷം ഒരു സ്ഥാനം വഹിക്കാതെ പ്രവർത്തിച്ച ഒരാളാണ്. എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അപമാനമാണ് എനിക്ക് തന്നിരിക്കുന്നത്. എൻ്റെ പേര് മന്ത്രിസ്ഥാനത്തിലേക്ക് വലിച്ചടിച്ച്. ഇനി നിങ്ങൾ എന്നെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോയി ഞാൻ പാർട്ടി വിരുദ്ധനാക്കി മാറ്റുന്നത് നിങ്ങൾ ചെയ്യരുത്. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ, എൻ്റെ സഹോദരങ്ങളോടാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത്. ഒരു കാരണവശാലും എൻ്റെ പാർട്ടിക്കെതിരായി ഞാൻ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. എൻ്റെ ജീവിതം കൊണ്ടാണ് ഞാൻ ഈ പാർട്ടിയെ ഞാൻ സേവനം നടത്തിയിട്ടുള്ളത്. അത് എൻ്റെ പിതാവാണെങ്കിൽ ഞാൻ അങ്ങനെയാണ് അദ്ദേഹത്തെ ടേക്ക് കെയർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു നിർഭാഗ്യവാനായ മകനാണ് ഞാൻ. സ്വന്തം അപ്പനെ കൊല്ലാൻ ശ്രമിച്ചുവെന്ന് കേട്ട മകനാണ്. അങ്ങനെയുള്ള കേൾവിക്ക് നിങ്ങൾ ഇട കൊടുക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഈ യാത്ര ഒരു ശക്തി പ്രകടനമല്ല, ഒരു വെല്ലുവിളിയല്ല. നിങ്ങളത് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ അനൗൺസ്മെൻറ്റ് പാടില്ല. എനിക്ക് ഒരു കാരണവശാലും ഒരു പബ്ലിസിറ്റി പാടില്ല. നിങ്ങൾ ഇങ്ങനെ കൂടെ നിൽക്കുന്ന വല്ലതും ആണെങ്കിൽ ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, വേണേൽ കൈ തന്നു പോകാം എന്ന് മാത്രം. അത് മാത്രമേ സാധിക്കത്തുള്ളൂ. നിങ്ങൾ ഈ അവസരത്തിൽ ഒരു തരത്തിലൊരു വെല്ലുവിളിയാണെന്ന് വിചാരിക്കരുത്. പാലക്കാട് KSRTC ബസ്സിൽ കടത്താൻ ശ്രമിച്ച 538 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിലായി.
ബസ് യാത്രക്കാരനായ തൃശൂർ പുതൂർ സ്വദേശി റെനിൽ രാജനാണ് പിടിയിലായത്. എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് പാലക്കാട് വാളയാറിൽ നിന്നും KSRTC ബസ്സിൽ കടത്താൻ ശ്രമിച്ച MDMA പിടികൂടിയത്. ബസ്സിലെ യാത്രക്കാരനായ തൃശൂർ പുതൂർ സ്വദേശി റെനിൽ രാജനാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 538 ഗ്രാം ലഹരിമരുന്ന് കണ്ടെടുത്തു. കോയമ്പത്തൂരിൽ നിന്നാണ് MDMA വാങ്ങിയതെന്നാണ് പ്രതി പോലീസിന് നൽകിയ വിവരം. പ്രതിക്ക് ഗോവയിലെ ചൂതാട്ട കേന്ദ്രങ്ങളുമായി ബന്ധമുള്ളതായും വിവരങ്ങളുണ്ട്. കോയമ്പത്തൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ബസ്സിലായിരുന്നു പ്രതി സഞ്ചരിച്ചിരുന്നത്. പിടിച്ചെടുത്ത ലഹരിമരുന്നിന് വിപണിയിൽ 1.5 കോടി രൂപയോളം വില വരും. പാലക്കാട് ജില്ലയിൽ നിന്നും ഈ വർഷം പിടിച്ചെടുക്കുന്ന ഏറ്റവും വലിയ MDMA വേട്ടയാണിത്. പ്രതി റെനിൽ രാജേന്ദ്രൻ ആദ്യമായാണ് എക്സൈസിന്റെ വലയിൽപ്പെടുന്നത്. ലഹരി മാഫിയയിലെ മറ്റ് കണ്ണികളെക്കുറിച്ചും വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. ക്യാബിനറ്റ് പദവിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചതായി മാണി സി കാപ്പൻ. 2.5 വർഷത്തേക്ക് ക്യാബിനറ്റ് പദവി തരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പാലാ MLA മാണി സി കാപ്പൻ കൂട്ടിച്ചേർത്തു. 2.5 വർഷത്തേക്ക് ക്യാബിനറ്റ് പദവി തരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന പാലാ MLA മാണി സി കാപ്പൻ. ക്യാബിനറ്റ് പദവിയോടെ മന്ത്രിയുടെ ഓഫർ ഉണ്ടായിരുന്നത് ഒരു ഘടകകക്ഷി എതിർത്തുവെന്നും അത് ആരെന്ന് പറയുന്നില്ലെന്നും മാണി സി കാപ്പൻ മാധ്യമങ്ങളോട് പറഞ്ഞു. താൻ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായെന്നും പരാതികളില്ലെന്നും മാണി സി കാപ്പൻ കൂട്ടിച്ചേർത്തു. ഒറ്റ MLA മാത്രമുള്ളവർക്ക് മുഴുവൻ സമയ മന്ത്രിസ്ഥാനം നൽകുന്നതിനെയാണ് മുന്നണിയിലെ ഒരു പ്രമുഖ ഘടകകക്ഷി എതിർത്തത്. കൂടുതൽ അംഗങ്ങൾ ഉണ്ടായിട്ടും തങ്ങൾക്ക് രണ്ടാമതൊരു മന്ത്രിസ്ഥാനം കിട്ടാത്തത് അവർ ചൂണ്ടിക്കാണിച്ചു. തർക്കങ്ങൾക്കിടയിൽ കിട്ടിയ അവസരം കോൺഗ്രസ് മുതലാക്കി. മുഖ്യമന്ത്രി ഉൾപ്പെടെ കോൺഗ്രസിന്റെ മന്ത്രിമാരുടെ എണ്ണം 11 നിന്ന് 12 ഉയർത്താൻ ഇതിലൂടെ അവർക്ക് കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലെ പ്രത്യേക സാഹചര്യത്തിൽ അനൂപ് ജേക്കബും താനും തമ്മിൽ ഒരു ധാരണയിലെത്തുകയായിരുന്നു. ആദ്യത്തെ 2.5 വർഷം അനൂപ് ജേക്കബും ശേഷിക്കുന്ന 2.5 വർഷം താനും മന്ത്രിയാകുമെന്ന കാര്യം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് തീരുമാനിച്ചതെന്നും മാണി സി കാപ്പൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പക്ഷേ ഇവിടെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഘടകകക്ഷി എതിർത്തു. ഒറ്റയാളുള്ളവർക്ക് ഫുൾ മന്ത്രിസ്ഥാനം, അവർ കൂടുതലാളുണ്ടായിട്ടും രണ്ടാമതൊരു മന്ത്രിസ്ഥാനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. സ്വാഭാവികമായും കിട്ടിയ അവസരം കോൺഗ്രസ് മുതലാക്കി. അവർ 11 എന്നുള്ളത് 12 മുഖ്യമന്ത്രി ഉൾപ്പെടെ. അപ്പം ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാകേണ്ടി വന്നു. അനൂപും ഞാനും കൂടി ആലോചിച്ചു. ആദ്യത്തെ ടൈം അനൂപ് ആയിക്കോട്ടെ, രണ്ടാമത്തെ ടൈമിൽ എനിക്കെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വെച്ച് ധാരണയായി. പ്രഥമ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ സംസ്ഥാനത്തെ ആശമാർക്ക് 3000 രൂപ വേതനം വർദ്ധിപ്പിക്കുവാനുള്ള തീരുമാനം എടുത്ത UDF സർക്കാരിന് നന്ദി രേഖപ്പെടുത്തി കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ്. സർക്കാരിനും മുഖ്യമന്ത്രി VD സതീശനും അഭിവാദ്യം അർപ്പിച്ച് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. പ്രഥമ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ സംസ്ഥാനത്തെ ആശമാർക്ക് 3000 രൂപ വേതനം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെടുത്ത UDF സർക്കാരിന് നന്ദി രേഖപ്പെടുത്തി കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ്. സർക്കാരിനും മുഖ്യമന്ത്രി VD സതീശനും അഭിവാദ്യം അർപ്പിച്ച തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. INTUC ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം സ്വരാജ് റൗണ്ട് വഴി ആരോഗ്യ കേരളം ഓഫീസ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്നും വിരമിക്കുന്ന ആശമാരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പരിഗണിക്കുന്നതിന് വേഗത്തിൽ നടപടി കൈക്കൊള്ളുമെന്ന സർക്കാരിന്റെ ഉറപ്പിനെയും അദ്ദേഹം അഭിനന്ദിച്ചു. അംഗൻവാടി ജീവനക്കാർ, പാചക തൊഴിലാളികൾ, ആയമാർ തുടങ്ങിയ വിഭാഗങ്ങളിലെ തൊഴിലാളികൾക്കും ആനുകൂല്യം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തെയും രാജ്യത്താദ്യമായി വയോജനങ്ങൾക്ക് വേണ്ടി ഒരു വകുപ്പ് തന്നെ രൂപീകരിക്കാനുള്ള തീരുമാനത്തെയും സ്വാഗതം ചെയ്യുന്നതായും നാരായണൻ കൂട്ടിച്ചേർത്തു. കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷ ശകുന്തള സജീവ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ വിജിനി ഗോപി, S റസീന, TD മേരി, ഓമന വിൽസൺ, ജയശ്രീ കൊച്ചുഗോവിന്ദൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്നും വിശദമായ വാർത്തകൾക്ക് ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. നിറമെഴുതിയ സുദിനം, പ്രിയകരമതിമൃദുലം, ശുഭകരം മനഹിതം, അണിയുക കനകം, ചിരി പകരണ നിമിഷം, നിറയണ നറുഹൃദയം, ശുഭകരം മനഹിതം, അണിയുക കനകം. താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുഗണം, സ്നേഹമുഖം ചേരുമുടൽ, പൊന്നായി മിന്നുന്നു നിൻ മനം. സ്വർണ്ണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.